പ്രയർ പറഞ്ഞോ കേട്ടോ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നുകിൽ നീകളോടെ കാരുണ്യമില്ല ചൊരിയണി പൂവിനു കാരണമായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും മിന്തു പറഞ്ഞു അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നനച്ചും ഓരോ അണുവിനും ദേവാനിൻ ചൈതന്യം ഓതാൻ കൊതിച്ചും പരിണയിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമില്ല ചൊരിയണി പൂവിനു കാരണമായുള്ള തമ്പുരാനെ. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ, നല്ല വോയിസ്. ഓക്കെ, സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ. Good afternoon, ma'am, and good afternoon all. My name is Soumya, and welcome to today's live class. It's wonderful to see you all joining in. We're excited to dive into today's lesson with the Aparna ma'am, who will guide us through common diseases in children. Please feel free to ask questions anytime, and let's make this a productive and engaging learning sections together. Let's get started. And I am welcome to Angita's today's thought and Adira Kiran's storytelling. Thank you, ma'am. Good morning, ma'am. Thought parrot. Success is when your signature change the world. This quote emphasizes the importance of making a meaningful impact on the world. It's not just about achieving success or fame, but about learning a lasting legacy that changes the world for the better. From Abdul. സ്റ്റോറിടെല്ലിംഗ് ആരാ? Good afternoon, ma'am. Myself, Adira Kiran. Story. A bird sitting on a tree is never afraid of the branch breaking because her trust is not in the branch, but in her own wings. Moral of the story: always believe in yourself. ഓക്കെ, ഈ 2 ദിവസമായിട്ട് ഇന്നും ഇന്നലെയായിട്ട് നമ്മുടെ ന്യൂസിൽ ഒരു അസുഖത്തെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? കളമശ്ശേരിയിലെ 2 കുട്ടികൾക്ക് കേട്ടിട്ടുണ്ട്. ഏതാണ് അസുഖം? മസ്തിഷ്ക ജ്വരം. വൈറൽ മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്ക ജ്വരം. അതെങ്ങനെ സ്പ്രെഡ് ചെയ്തെന്നാ പറയണേ? വാട്ടർ വഴി, വെള്ളത്തിലൂടെ ഒരു കേട്ടിട്ടുള്ള വെള്ളത്തിലൂടെയാണ്. അപ്പോ നിങ്ങളൊരു അസൈൻമെന്റ് രൂപത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ ഒരു ന്യൂസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കണം കേട്ടോ. നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. സോ ഇപ്പൊ വരുന്ന കോമൺ ആയിട്ട് കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഏത്? വൈറൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു 1-2 പേര് ഒന്ന് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാവരും പ്രിപ്പയർ ചെയ്തു, കാരണം ആ സമയത്ത് ആരൊക്കെയാണ് റെഡി അവരെ പ്രസന്റ് ചെയ്യാം കേട്ടോ ക്ലാസ്സിൽ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും അതേപോലെ ഇപ്പൊ നടന്ന ഇൻസിഡന്റും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എന്താ പറയാ സ്പീച്ച് പോലെ, ഇതൊരു എന്താ പറയാ പോലെയോ
ഒരു എസ്സേ പോലെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. മിസ്സേ മലയാളത്തിൽ ഇംഗ്ലീഷിലല്ലേ? ക്ലിയർ ആയില്ല. അസുഖങ്ങളെ കുറിച്ച് ഒരു അഡ്വൈസ്മെന്റ് പോലെയാണോ ഉദ്ദേശിക്കുന്നത്? ഒരു പാരഗ്രാഫ്? അസൈൻമെന്റ് അല്ല. ഇപ്പൊ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു എസ്സേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പീച്ച്. അത് സ്പീച്ച് എന്നല്ല, നിങ്ങൾക്ക് എന്താണോ അത് മനസ്സിലായത്, ഈ അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇതിന്റെ കാരണക്കാരാണ്, അല്ലെങ്കിൽ പാത്തജൻ ഏതാണ് എന്നൊക്കെ കൂടിയിട്ട് ഒരു എസ്സേ പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. നോട്ട് അസൈൻമെന്റ് അല്ല, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും നോട്ട്ബുക്കിലൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ എല്ലാവരും ക്ലിയർ ആണോ? 2 ദിവസത്തെ ഇപ്പൊ വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നില്ലേ കളമശ്ശേരിയിലൊക്കെ, അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞിട്ട് കുട്ടികളില്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആണോ കൺസീൽ എന്നിട്ട് ആൾക്ക് മാറി എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതിനെ കൊണ്ട് മാറി. ഫുൾ ICU ലൈന് വരുന്നത് വരെ. ശരിക്കും ഇപ്പൊ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് വൈറൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം. ഇത് സാധാരണ നമ്മൾ വിചാരിച്ചിരുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് ഈ ഒരു ബാക്ടീരിയ ഉണ്ടാവുന്നത്. അത് കുഞ്ഞു കുട്ടികളുടെ മുക്കിലൂടെ കയറുന്നത് ബ്രെയിനെയാണ് അതിന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആണ് കുട്ടികൾ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നു. കുട്ടികൾക്ക് നല്ല ഫീവർ ആയിരിക്കും. പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഈ ഒരു 1-2 വർഷമായിട്ട് ഈ അസുഖം കോമൺ ആയിട്ട് നമുക്ക് കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചിട്ട് നിങ്ങളൊരു എന്താ പറയുക ഒരു എസ്സേ പോലെ എഴുതാം. വേറെ എസ്സേ പോലെ എഴുതിയിട്ട് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, പറഞ്ഞത് എല്ലാരും ചെയ്യണം. എല്ലാവരും ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരാൾ ചെയ്യുന്നത് പ്രസന്റ് ചെയ്യാനായിട്ട് ഉള്ള ആൾ മാത്രമേ ചെയ്യാൻ, അങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാത്രമേ അത് ചെയ്യുള്ളൂ. നിങ്ങൾ ആ അസുഖത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഓരോരുത്തരും അത് പ്രിപ്പയർ ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്നവരും എന്ത് ചെയ്യാം, ഈ മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇംഗ്ലീഷിലല്ലേ മാഡം? ഓൺവേർഡ്സ് ഇപ്പൊ മലയാളത്തിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യാം. ആസ് യുവർ വിഷ്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. മാം അസൈൻമെന്റ് നോട്ടിലാണോ അതോ എങ്ങനെ ചെയ്യണം? ആക്ടിവിറ്റി ആണ്. ഓക്കെ. ഓക്കെ, ആ ഡിസീസിന്റെ പേരുണ്ട് കേട്ടോ. വൈറൽ മെനിഞ്ചൈറ്റിസ്. കണ്ടോ എല്ലാവരും? എഴുതിയെടുക്കാം കേട്ടോ അസൈൻമെന്റ്. വായിച്ചാലോ അല്ലെങ്കിൽ ഇന്നലത്തെ പത്രം വായിച്ചാലോ നമുക്ക് ഈ ന്യൂസ് ക്ലിയർ ആയിട്ട് കിട്ടും. കാരണം 2 കുട്ടികൾക്ക് പ്രൈമറി സ്കൂൾ കുട്ടികൾക്കാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. ഓക്കെ, ഷെമീറ മ്യൂട്ട് ആക്കോടാ. നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ഡിസീസിലേക്ക് വരാം. മലേറിയ ആണ്. മലേറിയ ആരാ സ്പ്രെഡ് ചെയ്യണെന്ന് പറഞ്ഞു? അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് എന്ത് സ്പ്രെഡ് ചെയ്യുന്നത്, മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് സ്പെല്ലിംഗ് ഞാൻ അയച്ചിട്ടുണ്ട്, കൂടി ഞാൻ എല്ലാവരും എഴുതിയെടുക്കും കേട്ടോ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് രാത്രികാലങ്ങളിലാണ് കുട്ടികളെ ബീറ്റ് ചെയ്യുന്നത്. രാത്രികാലങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് നമ്മള് രാത്രിയിലാണ് എന്ത് ചെയ്യുന്നത്, അനോഫിലസ് മൊസ്കിറ്റോസ് നമ്മൾ കടിക്കുന്നത്. അപ്പോ രാത്രി കാലങ്ങളിൽ നമ്മളിപ്പോ ചൂടൊക്കെ കൂടി വരാണ് അല്ലെ. കോമൺലി നമ്മൾ എന്ത് ചെയ്യും, വിൻഡോസ് ഒക്കെ തുറന്നിടും.
വിൻഡോസ് ഒക്കെ തുറന്നിരുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൂട് എന്താ പറയാ ഒരു പരിധി ടെമ്പറേച്ചർ കുറയ്ക്കാൻ റൂമിലെ ടെമ്പറേച്ചർ കുറയ്ക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ വേറൊരു പ്രശ്നമുള്ളത് എന്താണ്, ഇതേപോലത്തെ മൊസ്കിറ്റോസ് ഒക്കെ കുട്ടികളെ വന്ന് ബീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ റൂം ഓപ്പൺ ചെയ്ത് ഇടുകയാണെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. മൊസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, റൂം തുറന്നിടാം. അങ്ങനെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇതിന്റെ ബീറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. then വരുന്നത് ശക്തമായ പനിയായിരിക്കും. സിംറ്റംസ് ആ പറയുന്നത്, ശക്തമായ പനി, നല്ല വിറയലോട് കൂടിയ പനിയായിരിക്കും, പിന്നെ നല്ല തലവേദന ഉണ്ടാവും, അതേപോലെ തന്നെ ഭയങ്കര ഛർദിയൊക്കെ ആയിരിക്കും. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. രാത്രികാലങ്ങളിലാണ് ഈ മൊസ്കിറ്റോസ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ബീറ്റ് ചെയ്യുന്നത്. ശക്തമായ പനി, അതേപോലെ വിറയല്, നല്ല ഭയങ്കര എന്താ പറയാ കിടുക്കപ്പനി അല്ലെങ്കിൽ നല്ല വിറയലോട് കൂടിയ പനി, ഭയങ്കര തലവേദന ആയിരിക്കും, ഭയങ്കര ഛർദിയൊക്കെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവും. ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ മലേറിയ ആണെന്ന് തിരിച്ചറിയണം കേട്ടോ. നോക്കാം. Mosquitoes are mainly liable for the spread of this disease. When the mosquitoes bite, the germs get in the blood stream. നമ്മുടെ mosquitoes കടിക്കുമ്പോൾ ഈ germs എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിലെ സ്ട്രീമിലേക്ക് കയറും. And then the red blood നമ്മുടെ RBCനെയാണ് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത്. സിവിയർ ഹെഡേക്ക്, റിക്കറന്റ് ഫീവർ. നമ്മൾ വിചാരിക്കും പനി മാറിയല്ലോ, പക്ഷെ നമ്മൾക്ക് പാരസ്റ്റമോളോ മറ്റെന്തെങ്കിലും കൊടുക്കുമ്പോൾ കുട്ടിക്ക് ആ പനി കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കും, പക്ഷെ അത് വീണ്ടും വരും. റിക്കറന്റ് ആയിട്ട് ഭയങ്കര ഫീവർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മലേറിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കാണുന്നത്. ഓക്കെ, ആർ ദ കോമൺ സിംറ്റംസ്. ഇതെല്ലാമാണ് കോമൺ ആയിട്ടുള്ള മലേറിയയുടെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, എഴുതി വെച്ചോ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ബീറ്റിംഗ് മൊസ്കിറ്റോസ്, രാത്രി കാലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കടിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, സിംറ്റംസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹെഡേക്ക്, റിക്കറന്റ് ഫീവർ, അങ്ങനെ ആണ് സാധാരണയായിട്ട് കാണുന്നത്. ഇനി ഇത് സ്പ്രെഡ് ചെയ്യുന്ന പാരസൈറ്റ് ഏതാണെന്നും കൂടി എഴുതിക്കോട്ടെ. മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ് പ്ലാസിമോഡിയം, PLASMODIUM. പാരസൈറ്റ് ആണ് മലേറിയ വരാൻ കാരണമാകുന്നത്. അതുകൂടി ഒന്ന് എഴുതി വെച്ചേട്ടോ. പാരസൈറ്റ്സ് ആണ് മലേറിയ വരുന്നത്. ഓക്കെ, എഴുതി എല്ലാവരും. ടൈഫോയിഡ് ക്ലിയർ ആയില്ല, സ്പെല്ലിംഗ് ക്ലിയർ ആയില്ല. PLASMODIUM. പ്ലാസ്മോഡിയം പാരസൈറ്റ്. ഓക്കെ, എല്ലാവരും മലേറിയ കഴിഞ്ഞല്ലോ, എഴുതി കഴിഞ്ഞ എല്ലാവരും? ഓക്കെ, നമ്മൾ ഇനി അടുത്ത അസുഖത്തിലേക്ക് പോവാണ്. അടുത്തതാണ് ടൈഫോയിഡ്. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ടൈഫോയിഡ്? ആർക്കും വന്നിട്ടില്ല? എനിക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സിംറ്റംസ് മോനെ? അത് ഇപ്പോഴും നല്ല ചെറുപ്പത്തിലായിരുന്നു. പനി ഇങ്ങനെ 1 മാസത്തോളം വിടാതെ അങ്ങനെ പനി ഉണ്ടായിരുന്നു. നല്ല തലവേദന, ഛർദി, അതേപോലെ ലൂസ് മോഷൻ, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പനി മാത്രം വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പനിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ടൈഫോയിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നല്ല പനിയായിരിക്കും. സാധാരണയായി ബലഹീനത, വയറുവേദന, പിന്നെ മലബന്ധം, അതേപോലെ തലവേദന, പിന്നെ ഛർദി എന്നിവയൊക്കെയാണ് സാധാരണയായിട്ടുള്ള ലക്ഷണം. ചില ആളുകളിൽ റോസ് നിറത്തിലുള്ള ഡോട്ടുകൾ, അത് വന്നിരുന്നോ മോനെ? ഇല്ല, അതുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല.
ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണോ മനസ്സിലായത് അത്? അത് എന്താ വലിയ ഓർമ്മയില്ല, നല്ല ചെറുതായിരുന്നു അന്ന് ആ സമയത്ത്. ഓക്കേടാ, പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പൊ അടുത്തതുപോലെ പനി വന്നിട്ട് മാറാതായപ്പോ ഇങ്ങനെ ഉമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ. ഇങ്ങനെ കുട്ടികൾക്ക് പനി വന്നിട്ട് മാറാതായപ്പോ അപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ടൈഫോയിഡ് വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയില് പറഞ്ഞതാ. ഓക്കേടാ, ടൈഫോയിഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരില് റോസ് കളറിലെ സ്പോട്ട്, ചെറുതായിട്ട് റോസ് കളറിലെ സ്പോട്ട് കാണാറുണ്ട്. നോക്കട്ടെ കേട്ടോ, ചെറിയൊരു റോസ് കളറിലെ സ്പോട്ട് സിംറ്റംസ് കാണുന്നുണ്ട്. ഹൈ ഫീവർ ആയിരിക്കും, ഭയങ്കര കുളിരായിരിക്കും, പിന്നെന്താണ് ഭയങ്കര സ്റ്റൊമക്ക് ഏക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും, പിന്നെ റോസ് സ്പോട്ട് ഉണ്ടാവും, കഫ് ഉണ്ടാവും, മസിൽ ഏക്ക്, ഹെഡ് ഏക്ക്, വോമിറ്റിങ്, അങ്ങനെ കുറെ ലൂസ് മോഷൻ, അതൊക്കെ ഈ പറഞ്ഞ എന്താണ് ടൈഫോയിഡ് വന്നതുകൊണ്ട് വരുന്ന സിംറ്റംസ്, സാധാരണയായിട്ട് വരുന്ന സിംറ്റംസ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ശരീരത്തിൽ വിവിധ അവയവങ്ങളെ ഇത് ബാധിക്കും. നേരത്തെ മുൻകൂട്ടി കണ്ടെത്തി അത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ഇത് ബാധിക്കുകയും ലോകവ്യാപകമായി കണ്ടുവരുന്നതായ ഒരു പകർച്ചവ്യാധിയാണ്. എല്ലായിടത്തും ഏകദേശം ഇപ്പൊ ഇന്ത്യയിൽ മാത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എല്ലായിടത്തും ഈ ടൈഫോയിഡ് എന്തുണ്ട്, ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാനൊരു ന്യൂസ് വായിച്ചു, ന്യൂസ് അല്ല, ഒരു ആർട്ടിക്കിൾ പോലെ ഒരു ദിവസം കണ്ടാണ്. ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അപ്പൊ ആ സ്ത്രീയുടെ ശരീരത്തിൽ എന്തുണ്ട്, ടൈഫോയിഡിന്റെ ബാക്ടീരിയ ഉണ്ട്, ഓൾറെഡി ഉണ്ട് ആ സ്ത്രീക്ക്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഈ ബാക്ടീരിയനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ സ്ത്രീ നിന്ന വീടുകളിൽ ജോലിക്ക് നിന്നതാണ്, അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തൊരു സ്ത്രീയാണ്. അവര് ഇങ്ങനെ എന്താ പറയാ വീട്ടു ജോലിയൊക്കെ ചെയ്തിട്ട് നിന്നിരുന്നത്. അപ്പൊ ഈ സ്ത്രീക്ക് ഈ ജോലി ചെയ്യുന്ന എല്ലാ വീടുകളിലെ മെമ്പേഴ്സ് ടൈഫോയിഡ് അസുഖം വന്ന് മരിക്കുന്നതായിട്ട് റിപ്പോർട്ട് വന്നു. അപ്പൊ കേസ് എടുത്തു, അന്വേഷിച്ചു വന്നപ്പോ ഈ സ്ത്രീ നിന്ന് എല്ലാ വീട്ടിലെയും എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം വരുന്നുണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ഏതോ ഒരു ടൈപ്പ് ഫുഡ്, ഒരു തണവ് കൂടിയ എന്തോ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഈ അസുഖം അവർക്ക് വരുന്നതായിട്ട് കാണുന്നത്. എന്നിട്ട് ഇവരെ കുറെ നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളൊരു ഒത്തിരി വർഷം ഐസൊലേറ്റ് ചെയ്തു, വേറൊരാളായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യാണ്ട് വീട്ടുതടങ്ങളിലാക്കി. കാരണം ഇവര് മുഖേനയാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ ഇവര് സാധാരണ രീതിയിൽ ഇവരിൽ നിന്ന് ഇവര് എന്താ പറയാ, ഇവരുടെ ശരീരത്തിൽ ആ ഒരു ടൈഫോയിഡിന്റെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ പോലും പക്ഷെ വേറൊരാൾക്കും എന്ത് ചെയ്യുന്നില്ല, അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു 60-68 വയസ്സായി കഴിഞ്ഞപ്പോ ഈ പ്രായമായതിന്റെ അസുഖങ്ങൾ മൂലമാണ് അവര് മരണം സംഭവിച്ചത്, അല്ലാതെ ടൈഫോയിഡ് വന്നല്ല മരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിക്കിള് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ടൈഫോയിഡ് ഇത് ഞങ്ങൾ പ്ലസ് ടു പഠിച്ചപ്പോഴേ ഇതിനെ പറ്റി സാറ് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ സാറ് അത് പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിലൊക്കെ ഉണ്ട് ഇതിന്റെ ആർട്ടിക്കിൾ. നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് വീഡിയോസ് ഒക്കെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നില്ലേ, ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാൻ നോക്കാട്ടോ. ഇനി ടൈഫോയിഡ് പരത്തുന്നത് ഒരു മിനിറ്റ് ട്ടോ. ടൈഫോയിഡ് പരത്തുന്നത് സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ടൈഫോയിഡ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിന് വാക്സിൻസ് പറഞ്ഞല്ലോ. ടൈഫോയിഡ് വന്നു കഴിഞ്ഞ് ഒരു 3 to 4 വീക്ക് വരെയും നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവും. ഒരു മാസം വരെ ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെയാണ് 3 to 4 വീക്സ് വരെ എന്തുണ്ടാവും, ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകും. പിന്നെ എന്താ പറയണത്, ഇതിന് വാക്സിനേഷൻ അവൈലബിൾ ആണ്, 80% പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യും, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യും,
സ്പ്രെഡ് ചെയ്യും, ഹ്യൂമൻ ടു ഹ്യൂമൻ ഇത് സ്പ്രെഡ് ചെയ്യും. അതാണ് ടൈഫോയിഡ് മേരി ആ ഒരു കഥയിൽ ആ ഒരു ഇൻസിഡന്റിൽ അവരെ എന്ത് ചെയ്തത് ഐസൊലേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ചെയ്യണ ഒരു അസുഖമാണ് ടൈഫോയിഡ്. ഇനി പേഷ്യന്റ് എക്സ്ക്രീറ്റ, ബോഡി ഫ്ലൂയിഡ് അതുവഴിയാണ് ഈ അസുഖം എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. പേഷ്യന്റ് ഇപ്പൊ യൂസ് ചെയ്ത അവരുടെ സലൈവ വഴിയല്ലേ ഇത് സ്പ്രെഡ് ആയത്? ഉമിനീരല്ലേ? ഓക്കെ, ബോഡി ഫ്ലൂയിഡിൽ ഓക്കെയാണ്. ബോഡി ഫ്ലൂയിഡ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സലൈവ വഴിയാണ് സ്പ്രെഡ് ആയതെന്ന് സാറ് പറഞ്ഞത്. അവരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ആകും. ഏത് ബോഡി ഫ്ലൂയിഡ് ആയാലും അത് വഴി സ്പ്രെഡ് ചെയ്യും. നമ്മൾ പറഞ്ഞ സലൈവ, ഉമിനീര്, അതേപോലെ ബ്ലഡ്. ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഒക്കെ സമയത്ത് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാണ്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണമെങ്കിൽ, മറ്റൊരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലഡ് സ്വീകരിച്ച ആൾക്കും ഈ ടൈഫോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്ക്രീറ്റ് ഓഫ് ദ പേഷ്യന്റ് യൂസ് ചെയ്ത അതേ ബാത്റൂം തന്നെയാണ് മറ്റൊരു വ്യക്തി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫ്ലൂയിഡ് വഴി, ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് എന്ത്, ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ദിസ് ഡിസീസ് പാരസൈറ്റ് ത്രൂ വാട്ടർ, ഡസ്റ്റ് എക്സെട്ര. വാട്ടർ, ഡസ്റ്റ് ഒക്കെ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. Flies also helps in spread of disease. Headache ഒരു മിനിറ്റ്. ഞാൻ നെക്സ്റ്റ് ഡേയിൽ ടൈഫോയിഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ടൈഫോയിഡ് നെക്സ്റ്റ് ഡേയിൽ ഞാൻ നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത്രയുമാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കട്ടോ. ഇത് ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഇത്രയും പോർഷൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ പോർഷൻ നോക്കണ്ട കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. ആ ലൈൻ റീഡ് ചെയ്യണ്ട, അതിന് താഴെയുള്ളത് റീഡ് ചെയ്താൽ മതി. നിങ്ങളെ ബുക്കിലുണ്ട് അത്? ആ ലൈൻ ഉണ്ടോ? എന്തെങ്കിലും ഇല്ല. ഞാൻ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടാ. ഞാൻ എന്റെ പ്രിന്റിൽ ഇല്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ആ ഒരു ലൈൻ ഇല്ല. Body pain, bleeding, etc. are the symptoms. Sometimes the motions will be loose and there will be a vomiting also. Gradually, the lips, tongue will be dry. It remains for few days. This disease lasts for 3 to 4 weeks. അത്രയും പഠിച്ചാൽ മതി നിങ്ങൾ. ഈ ബാക്കിയുള്ള പോർഷൻ, ആ ഒരു ബ്ലൂ കളറിലെ പോർഷനോട് നിന്നോട്ടെ, ഞാൻ അതൊന്ന് നോക്കിയിട്ട് പറയാം. ബാക്കിയുള്ള പോർഷൻസ് നോക്കിയാൽ മതി. അതേപോലെ ടൈഫോയിഡ് ഏത് ബാക്ടീരിയയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, റോസ് സ്പോട്ടിന്റെ കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്ക്. വാക്സിൻ അവൈലബിൾ ആണ്, ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ആകും. എക്സ്ക്രീറ്റ പേഷ്യൻസിന്റെ ബോഡി ഫ്ലൂയിഡ് വഴി ഈ അസുഖം എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. നോട്ട് ചെയ്താ? മാം, ആ ബാക്ടീരിയയുടെ പേരൊന്ന് സ്പെല്ലിംഗ് പറഞ്ഞുതരോ? ഇവിടെ സ്മാർട്ടീസ് പ്രസന്റിങ് അനോട്ടേറ്റിംഗ് എന്ന് എഴുതിയിരിക്കുന്ന അടിയിലാണ് എനിക്ക് പേര് മാം ടൈപ്പ് ചെയ്തപ്പോ വന്നത്. അപ്പൊ എനിക്കത് ക്ലിയർ ആയില്ല. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഫോർവേഡ് ചെയ്യാം കേട്ടോ, നോക്കണേ. കിട്ടിയ കാണാൻ പറ്റുന്നില്ല. ഇവിടെ സ്മാർട്ടീസ് പ്രസന്റിങ് എന്ന് കാണിക്കുന്നതിന്റെ അടിയിലാണ് എഴുതുന്ന ടൈപ്പ് ചെയ്തിരിക്കുന്നത് വരുന്നത്. അപ്പൊ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇൻകോൾ മെസ്സേജസിൽ കിടപ്പുണ്ട്. കുഴപ്പമില്ല, ഞാൻ പറയാം, ഒന്ന് എഴുതിക്കോട്ടോ. സാൽമനോള, SALMEONELLA, SALMEONELLA ബാക്ടീരിയ കേട്ടോ. ഓക്കെ, ഇനി എഴുതിയോ? മാം, അത് റോസ് എന്തോ പറഞ്ഞല്ലോ, അതൊന്നും കൂടെ പറയാം. അത് റോസ് കളറുള്ള സ്പോട്ടുകൾ ഉണ്ടാവും. ഓക്കെ,
ബാക്കിയുള്ള ടൈഫോയിഡ് ഫീവറിന്റെ കാര്യത്തിൽ അവർ ആ ഒരു ഇമേജസിൽ കണ്ട ഒരു ചെറിയ റോസ് സ്പോട്ട് കാണുന്നുണ്ട്, റാഷസ് ഒക്കെ പോലെ ചുമക്കിലും അതേപോലെ ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു അസുഖമാണ് മീസിൽസ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, മീസിൽസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോ അറിയണമെന്നൊന്നുമില്ല. ഈ നമ്മളുടെ ടൈഫോയിഡ് പോലെ തന്നെ കുറച്ചും കൂടി കളർ കുറച്ചും കൂടി അല്ലെങ്കിൽ ഈ റോസ് കളറിലെ സ്പോട്സ് കുറച്ചും കൂടി കൂടുതലായിരിക്കും മീസിൽസിൽ. മീസിൽസ് എന്താ അസുഖം അറിയാവോ? അറിയാലോ, അഞ്ജലിക്ക് അറിയാം. 5-ാം പനി വന്നിട്ടുണ്ട് ആർക്കെങ്കിലും? എനിക്ക് വന്നിട്ടുണ്ട്. ആൻസിക്ക് വന്നിട്ടുണ്ട് ചെറുപ്പത്തില്. ഒരു 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് വന്നത്. കുട്ടികളിലാണ് കൂടുതലായിട്ട് 5-ാം പനി കണ്ടുവരുന്നത്. സിംറ്റംസ് എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാമോ? എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ മുഖം മൊത്തം സ്പോട്സ് മാത്രം വന്നിട്ട് പിന്നെ അന്ന് വൈകുന്നേരം തന്നെ പനിയും ഛർദിലും ഒക്കെ ആയി, ഭയങ്കര ശരീരവേദനയൊക്കെ ആയിരുന്നു. കൂടുതൽ ഈ സ്പോട്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്ന. ഭയങ്കര ചൊറിച്ചിലും പെട്ടെന്ന് സ്പ്രെഡായി, വായുരാഗത്തും മൊത്തമായി, ഒന്നും കഴിക്കാനോ ഒന്നിനും പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്ത് ഫുഡാണ് കഴിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? കഞ്ഞിയാന്ന് തോന്നുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബോഡി ഫുൾ പിങ്ക് സ്പോട്ട്, തോട്ട് ഇൻഫെക്ഷൻ, കഞ്ഞിയും വേറെ. ഓക്കെ, ഭയങ്കരമായിട്ടൊരു ഇപ്പൊ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഏത് മീസിൽസ് എന്ന് പറയുന്ന അസുഖം. വാക്സിൻ അവൈലബിൾ ആണ്. ഏത് വാക്സിൻ എടുക്കുന്നത്? ടീച്ചർ എടുത്തിട്ടുണ്ടാവുമല്ലോ മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തിന് ഇത് എടുക്കുന്ന വാക്സിൻ. MMR എടുക്കുന്നുണ്ട്, MR എടുക്കുന്നുണ്ട്. 9 മാസത്തിലെ MR-ഉം 1.25 വയസ്സിലെ MMR-ഉം വാക്സിനാണ് കുട്ടികളിൽ എടുക്കുന്നത്, അല്ലെ? ഓക്കെ, അപ്പോ നമ്മള് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് MMR-ഉം MR-ഉം എടുക്കുന്നതെന്നൊക്കെ നമ്മള് ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. MR എന്ന് പറയുന്ന വാക്സിന്റെ ഫുൾ നെയിം എന്താണ്? മറന്നുപോയാ? എടുത്ത് മിസ് പോർഷൻ എടുത്തിട്ടുണ്ടോ? മീസിൽസ് റുബെല്ല എന്താണ്? മീസിൽസ് റുബെല്ല വാക്സിൻ ആണോ? ഓക്കെ, മീസിൽസ് റുബെല്ല. MMR മംസ്, മീസിൽസ്, റുബെല്ല. ഓക്കെ, എനിക്ക് എടുത്തിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് ആ ചാപ്റ്റർ വാക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മീസിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, സോറിയടാ, ഞാൻ വിചാരിച്ചു മിസ് എടുത്തുന്ന വിചാരിച്ചേട്ടോ. മീസിൽസ് എന്ന് പറയുന്നത് 5-ാം പനി. മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഏത് വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്? മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? 5-ാം പനി സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു നമ്മൾ പറയുമ്പോൾ ഒരു 6 to 3 years ഉള്ള കുട്ടികളിൽ ഇത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസബിലിറ്റീസും അതേപോലെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 6 months to 3 years, 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ. കാരണം ഇവർക്ക് എന്ത് കിട്ടുന്നില്ല, ഇമ്മ്യൂണിറ്റി. കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്മ്യൂണിറ്റി കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ പെട്ടെന്ന് ഇത് അറ്റാക്ക് ചെയ്യും. അവർക്ക് ചിലപ്പോൾ ഡിസബിലിറ്റീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ചില കുട്ടികളിൽ, റെയർ ആയിട്ടുള്ള കേസുകളിൽ എന്താണ്, ഇത് മരണത്തിന് വരെയും കാരണമാകുന്ന ഒരു അസുഖമാണ് ഏത്? 5-ാം പനി. അപ്പൊ കുട്ടികളെല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. The baby is immunized against measles between the age of 9 and 12 months. 9 മാസത്തിനും 12 മാസത്തിനിടയിൽ വാക്സിനേഷൻ എടുക്കാറുണ്ട്. ആൻഡ് ദ ബൂസ്റ്റർ ഇൻ ദ ഫോം ഓഫ് MMR. MMR-ന്റെ ഫോമില് 15 to 18 months-ന്റെ ഇടയിൽ MMR വാക്സിൻ എടുക്കാറുണ്ട്. Should there be epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor should immunize the baby to protect from catching it. അപ്പോ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലോ ഇതേപോലെ 5-ാം പനി സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കുട്ടികളും വാക്സിൻ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ടീച്ചേഴ്സിനുണ്ട്. കാരണം അങ്ങനെ എടുക്കണം, കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി വാക്സിൻ
നിർബന്ധമായിട്ടും MMR എടുക്കണം. ഓക്കെ, ഇനി ഇത് ഡിസബിലിറ്റി കോസ് ചെയ്യും. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ലക്ഷണങ്ങളാണ് ഫീവർ, റെഡ് ഐസ്, കണ്ണിൽ ചെറുതായിട്ട് ഒരു ചുമപ്പ് രാശി, പിന്നെ ഫേസ് റെഡ് കളറുള്ള സ്പോട്ട് ഉണ്ടാവും, നല്ല വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അസുഖം വരാതിരിക്കാൻ നോക്കാന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. മീസിൽസ് എന്ന് പറയുന്ന അസുഖം 5-ാം പനി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ക്ലോസ് കോണ്ടാക്ട് മുഖേനയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഒരു ആൾക്ക് 5-ാം പനി ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടിയോട് ഒരു കുട്ടി സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് അവൻ ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അസുഖം സ്പ്രെഡ് ചെയ്യും. കണ്ണുനീര് വഴി സ്പ്രെഡ് ചെയ്യും, ക്ലോസ് കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 5-ാം പനി എന്ന് പറയുന്ന അസുഖം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഏത് രാജ്യത്താണെന്ന് അറിയാവോ? നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ. അപ്പൊ 5-ാം പനി വരുന്നത് ചിലപ്പോൾ നമുക്ക് മെഡിസിൻ കൊടുത്ത് ആ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും അത് മാറ്റിയെടുക്കാനായിട്ട്, കുട്ടികളുടെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ വേറെ പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5-ാം പനി വന്ന് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് നിമോണിയ വരും. ഇത് നിമോണിയ ആയിട്ട് തിരിഞ്ഞ് ആ കുട്ടി നിമോണിയ അത് ലങ്സിനെയോ അല്ലെങ്കിൽ ബ്രെയിനെയൊക്കെ ബാധിക്കും. അങ്ങനെയാണ് ഈ കുട്ടികൾ മരണത്തിന് കീഴടങ്ങുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു മാർഗം എന്താണെന്ന് അറിയാവോ? എന്താണ് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം? വാക്സിനേഷൻ എടുക്കുക. എന്തെടുക്കുക? വാക്സിനേഷൻ എടുക്കുക. ഇമ്മ്യൂണൈസ് ചെയ്ത കുട്ടികളിൽ ഈ അസുഖം വരുന്നതായിട്ട് കാണുന്നില്ല. വരാണെങ്കിൽ തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഇല്ല. വാക്സിൻസ് ഏതൊക്കെ മാസത്തിലാണുള്ളത്? 9 മന്ത്സിലും അതേപോലെ തന്നെ 1.5 മന്ത്സിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കണം. MMR എടുക്കണം. ഓക്കെ ആണോ? നമ്മൾ MMRന്റെ ഫുൾ ഫോം പറയാം മാഡം. MMRന്റെ ഫുൾ ഫോം ആണ് മംസ്, മീസിൽസ്, മംസ്, റുബെല്ല. ടൈപ്പ് ചെയ്തയക്കണോ? മംസ് ആടാ അതിൽ കൂടുതലായിട്ടുള്ളത്. മംസിന്റെ വാക്സിനും കൂടി അവൈലബിൾ ആണ്. മീസിൽസ്, മംസ്, റുബെല്ല കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് വരാം. റീഡ് ചെയ്യാം. ഈസ് എ കോമൺ ഡിസീസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻസ്. കുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണ് എന്ത്? 5-ാം പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. ഒരു വൈറസ് ആണ്, മിസിസിന്റെ വൈറസ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് ബിഗിൻസ് ദർ വാസ് എ കോൾഡ് കഫ് ഫീവർ. തുടക്ക സമയത്ത് ചെറിയൊരു കഫ് കോൾഡ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധാരണ സിംപ്റ്റമാണ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് റെഡ് സ്പോട്ട് അപ്പിയർ. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും റെഡ് സ്പോട്ട് വരും. അപ്പൊ കുട്ടികളുടെ മേത്ത് അങ്ങനെ റെഡ് സ്പോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. അത് മീസിൽസ് ആണോ അല്ലെങ്കിൽ ടൈഫോയിഡ് ആണോ? ടൈഫോയിഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയാ സ്പ്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കര ക്രിട്ടിക്കൽ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സ്പ്രെഡ് ചെയ്യും, കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്യും. മീസിൽസ് സ്പ്രെഡ് ചെയ്യും. അത് അത്രയും റിസ്ക് കുറവാണ്. എനിക്ക് തോന്നുന്നു ടൈഫോയിഡിനേക്കാൾ റിസ്ക് കുറവാണ് മീസിൽസിന്. പിന്നെ റെഡ് സ്പോട്ട് ആണ് കുഞ്ഞു കുട്ടികൾക്ക് വന്നാലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇമ്മ്യൂണൈസേഷൻ എടുക്കാത്ത കുട്ടികളിലാണ് ഈ മീസിൽസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുള്ളത്. ഏറ്റവും നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നത് ഇമ്മ്യൂണൈസേഷൻ എടുക്കുക. കുട്ടികളിലെ ഇമ്മ്യൂണൈസേഷൻ പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ അസുഖം നമുക്ക് എന്ത് ചെയ്യാം? തടയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കുട്ടികളിൽ എന്ത് ചെയ്യാം? ഇമ്മ്യൂണൈസേഷൻ എടുപ്പിക്കാം. നമ്മളിപ്പോ സ്കൂളിലൊക്കെ ചേരാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഫോമിൽ ഫിൽ ചെയ്യുമ്പോൾ ഏതൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സ്കൂളുകളിൽ മാത്രമാണ് ഓരോ വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് എടുക്കുക. കാരണം നമ്മുടെ ഒരു 3 years വരെയൊക്കെ കുട്ടികൾ നമ്മളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ 3 years കഴിഞ്ഞ് നമ്മൾ കുട്ടികളെ പ്ലേ സ്കൂളിലോട്ടൊക്കെ വിടുമ്പോ എന്താ പ്രശ്നം പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളായിട്ട് കുറച്ചും കൂടി ഇന്ററാക്ഷൻ കൂടും. അപ്പോൾ അവർക്ക് ഈ അസുഖം ആ കുട്ടികൾക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്കും അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ക്ലാസ്സിൽ വിടുന്നേക്കാളും മുമ്പ് അല്ലെങ്കിൽ നമ്മൾ കുട്ടീനെ പുറത്തേക്ക് വിടുന്നേക്കാളും മുമ്പ് നമ്മൾ എല്ലാ വാക്സിൻസും എടുത്തിട്ടുണ്ട്. ആ ഏജിനനുസരിച്ചുള്ള എല്ലാ വാക്സിൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ MMR വാക്സിൻ നല്ലതാണ്.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംസ് എന്ന് പറയുന്ന അസുഖത്തിന് അറിയോ? മംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടിട്ട് പരിചയം കൂടി ഉണ്ടാവില്ല അല്ലെ? നമ്മുടെ ഈ സൈഡിൽ കുറെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുണ്ടുനീരെന്ന് കേട്ടിട്ടുണ്ട് നമ്മള്, പക്ഷെ മംസ് കേട്ടിട്ടുണ്ടാവില്ല. ഭയങ്കരമായിട്ട് വീർത്തിരിക്കും. അതെനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാളും കൂടുതൽ ചെറുപ്പത്തില് എനിക്കും വന്നിട്ടുണ്ട് ഈ മംസ് എന്ന് പറയുന്ന അസുഖം. പക്ഷെ എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വെക്കേഷൻ ടൈമിൽ ചെറുപ്പത്തിലാണ് തേർഡ് സ്റ്റാൻഡേർഡിൽ ഫോർത്തിലൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം കണ്ണിക്കേട് വന്നു സമ്മർ വെക്കേഷന്. അപ്പൊ ആ വെക്കേഷൻ കൊളായി. നെക്സ്റ്റ് ഇയർ ഇതുപോലെ മുണ്ടുനീര് വന്നു, ആ വെക്കേഷനും കൊളായി. അപ്പൊ കണ്ണിക്കേട് വന്നപ്പോ എല്ലാവർക്കും വീട്ടിൽ ബാക്കി എല്ലാ മെമ്പേഴ്സിനും വന്നു. പക്ഷെ മുണ്ടുനീര് വന്നപ്പോ അമ്മ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കും. അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി ഒരു റൂമിൽ ഒറ്റയ്ക്ക്, ചെറിയ റൂമാണ് അന്ന്, ചെറിയ വീടൊക്കെയാണല്ലോ, അപ്പൊ ചെറിയ റൂമിൽ ഒറ്റയ്ക്കാക്കി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കൊണ്ടുതരും. അതേപോലെ തന്നെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തനിയെ ഒറ്റയ്ക്ക് പുറത്തു പോകണം. അപ്പൊ വലിയ പറമ്പൊക്കെയാണ്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോയി ഞാൻ ഇരിക്കും. ടൈം കുറെ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യും. നമ്മളുടെ എന്റെയൊക്കെ കാലത്ത് ടി വി ഒന്നും ഇല്ല. വീണ്ടും വീട്ടിൽ വരും, കിടക്കും, അങ്ങനെ തന്നെ കുറെ പിന്നെ മരുന്ന് പറ്റും. കുറെ നാളങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിൽ വേറെ ആർക്കും ഈ അസുഖം സ്പ്രെഡ് ചെയ്തില്ല. കഴിഞ്ഞ കൊല്ലം ഞാനാ കൊടുത്തത്, എല്ലാവർക്കും കണ്ണിക്കേട് കൊടുത്തു. എന്റെ കൂട്ടുകാരത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ എല്ലാവർക്കും കൊടുത്തു. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ അമ്മ കുറച്ചുകൂടി എന്താ പറയാ ശ്രദ്ധ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എടുത്ത് എന്നെ ഐസൊലേറ്റ് ചെയ്തു. അന്ന് എന്നെ ഒറ്റപ്പെടുത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. പിന്നെ അവർക്കാർക്കും വന്നില്ലല്ലോ അസുഖം എന്ന് ആലോചിച്ചപ്പോ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മംസ് കുട്ടികളിൽ ആൺകുട്ടികൾ വന്ന കുറച്ച് പ്രശ്നമുണ്ട്. അത് ആൺകുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ, ചെറിയ പ്രായത്തില് ആൺകുട്ടികളിൽ വന്നു കഴിഞ്ഞാല് അത് അവരുടെ എന്താ പറയാ റീപ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും എന്താണ് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് മാറുന്നുണ്ട്, വന്ധ്യതയിലേക്ക് മാറുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് ആൺകുട്ടികളുടെ വിഷ്ണങ്ങളെ ബാധിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. സ്ത്രീകളുടെയും റീപ്രൊഡക്ഷനെ അത് ബാധിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു പരിധി വരെ അത് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ആൺകുട്ടികൾ MMR എടുത്തിട്ടുണ്ടോന്ന് നമ്മള് ആൺകുട്ടികളായിട്ടുള്ള ഇപ്പൊ അമ്മമാരുണ്ടാവുമല്ലോ, കുഞ്ഞു കുട്ടികൾ MMR വാക്സിൻ എടുത്തിട്ടുണ്ടോന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഓക്കെ എന്റെ ഹസ്ബൻഡിന് വന്നിട്ടുണ്ട് മാം. ഞങ്ങളിപ്പം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ടിരിക്കുക. ആർക്ക് വന്നിട്ടുണ്ട്? എന്റെ ഹസ്ബൻഡിന് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു അപ്പൊ ഇത് വന്നുകൊണ്ടായിരിക്കും ട്രീറ്റ്മെന്റിന് പോയപ്പം ആ ഒരു റീസണാ ഡോക്ടേഴ്സ് എല്ലാരും പറയുന്നത്. മംസ് കാരണമായിരിക്കാം എന്ന് പറഞ്ഞു. 7 വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. ട്രീറ്റ്മെന്റ് നോക്കിട്ടാടാ ചെയ്യുന്നുണ്ട് മാം, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. ഓക്കെ, അപ്പോ ഇതേപോലെ നമുക്ക് കുഞ്ഞു കുട്ടികളുടെ കാര്യത്തില് കുറച്ചുകൂടി ശ്രദ്ധ നമ്മൾ കൊടുക്കണം. മാം, ഇവിടെ എന്റെ മോന്റെ സ്കൂളിലൊക്കെ MMRന്റെ ബൂസ്റ്റർ ഡോസ് സെക്കൻഡ് ഡോസ് ഇപ്പൊ കമ്പൽസറി ആയിട്ട് എടുപ്പിക്കുന്നുണ്ട്. അതെ, കാരണം ഇപ്പൊ മംസ് എല്ലായിടത്തും മുണ്ടുനീര് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമായിട്ട് മാറുന്നുണ്ട്. അതെ, ഇവിടെ ഇപ്പൊ കൂടുതലാ. ദുബായിലൊക്കെ ഇപ്പൊ കുറച്ച് കൂടുതലാ ഡിസീസ് ഒക്കെ. മഴയ്ക്ക് ശേഷം കുറച്ച് കൂടുതലാ. അപ്പൊ ഇവിടെ എല്ലാ സ്കൂളിലും കമ്പൽസറി ആക്കി ഗവൺമെന്റ്. അപ്പൊ എല്ലാരും എടുക്കണം എന്ന് നിർബന്ധം. അതിപ്പോ ഇവിടെ നാട്ടിലും അങ്ങനെ തന്നെ ആക്കും തോന്നുന്നുണ്ട്. കാരണം നാട്ടിലെ മിക്ക സ്കൂളുകളിലും എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ ഫുള്ള് ലീവ് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു അസുഖം കാരണം, മംസ് മുണ്ടുനീര് കാരണം സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളെല്ലാവരും MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ് കേട്ടോ. അതേപോലെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളും MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കോളറ അല്ലെ, നെക്സ്റ്റ് ഡിസീസ് ആണ് കോളറ. കോളറ എന്ന് പറയുന്ന അസുഖം പരത്തുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. അത് നമ്മളുടെ പോഷണിൽ തന്നെയുണ്ട്. കോളറ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് മാറുന്ന, അല്ലെങ്കിൽ അത്ര റിസ്ക് ഒന്നും ഇല്ലാത്തൊരു അസുഖമാണ് എന്ത്, കോളറ. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത് എവിടുന്നാന്ന് അറിയാവോ? ശരിക്കും പറഞ്ഞ കോളറയുടെ സിംറ്റംസിലാണ് പ്രശ്നം. മാം, ഒരു ഡൗട്ട് വെച്ചോട്ടെ. മെസ്സേജ് ഇപ്പഴാ കണ്ടേ, ഈ മീസ്ലസ് റുബേല അതെന്തോ സംഭവം? മീസിൽസ് പഠിച്ചിട്ട് 5ാം പനി അതല്ല, മെസ്സേജിൽ ഒരു പേര് എടുക്കുന്നത് എന്തോ സംഭവം? MMR എന്ന് പറയുന്ന വാക്സിന്റെ ഫുൾ ഫോം ആണ്. ഓക്കെ, ശരി. MMR വാക്സിൻ ഫുൾ ഫോം ആണ്. ഓക്കെ.
ഓക്കെ, നമ്മൾ കോളറ എന്ന് പറയുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വന്നത് എന്തൊക്കെ അസുഖമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, നല്ല ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മള് തിളപ്പിച്ചാറ്റാത്ത വെള്ളം അതേപോലെ എന്താ പറയാ അത് കുടിക്കുന്നത് മൂലമാണ് ഈ അസുഖം വരുന്നത്. സിവിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നമ്മൾ കറക്റ്റ് ആയിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, രോഗിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. പക്ഷേ ഇതിന്റെ സിംറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർജ്ജലീകരണമാണ്, ഡീഹൈഡ്രേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം എങ്ങനെയും പോകും, ഛർദ്ദിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ലൂസ് മോഷൻ ഒക്കെ ആയിട്ട് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഡിസെൻട്രി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആണ് ഇതിന്റെ സിംറ്റംസും. കോളറയുടെ സിംറ്റംസും ലൂസ് മോഷൻ ആയിരിക്കാം. നമ്മുടെ ബോഡിയിൽ നിന്ന് നിർജ്ജലീകരണം മൂലം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ മൂലം എന്ത് ചെയ്യും, നമ്മുടെ വെള്ളം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മള് ഒരു പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു 10 to 20 ലിറ്റർ വാട്ടർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാം നമ്മുടെ ബോഡിയിൽ ഒരു 75% വാട്ടർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത്രയും വാട്ടർ ഉണ്ട്. അപ്പൊ 10 to 20 liters വാട്ടർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, ശ്വാസം കിട്ടില്ല, അപ്പോ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ആള് മരണപ്പെട്ടു പോകും, പെട്ടെന്ന് മരണപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഫീവർ ഉണ്ടാവും, നമ്മൾ ആ എക്സ്പീരിയയില് നമ്മൾ പോകുമ്പോ ബ്ലഡ് വോമിറ്റിങ്, അതേപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും യൂറിൻ പോകുന്നില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ആണ്. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും അതേപോലെ തന്നെ ട്രിപ്പാണ് ഇടാറ്. അവര് ലൂസ് മോഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അവർ എന്തെങ്കിലും ട്രിപ്പ് ഇടും, കാരണം ആള് വീക്കാണെന്ന് മനസ്സിലാക്കി കഴിയും. അപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും ട്രിപ്പ് ഇടുകയാണ് ചെയ്യാറ്. ഡീഹൈഡ്രേഷൻ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും. കാരണം നമ്മൾ ആ കുടിക്കുന്ന വെള്ളം ശരിക്കും വൊമിറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പൊ ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. സാധാരണ ലൂസ് മോഷൻ വന്നാൽ പോലും ഇപ്പൊ ഫസ്റ്റ് 1-2 തവണയൊക്കെ വന്നാലും മുതിർന്നവരെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തീരെ ഇത്ര ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത, അത്ര ആരോഗ്യമില്ലാത്ത കുഞ്ഞു കുട്ടികളിലാണ് ഈ കോളറ എന്ന് പറയുന്ന അസുഖം വന്നെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റണമെന്നില്ല. അവരുടെ ബോഡിയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോവുകയും ഈ അസുഖം കുറച്ച് സീരിയസ് ആണ്. ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ വാക്സിൻ അവൈലബിൾ ആണ്, വാക്സിനേഷൻ എടുക്കാൻ പറ്റും കോളറയ്ക്കെതിരെ. ദിസ് ഇസ് ആൻ എപ്പിഡമിക് വിച്ച് is caused by microbes named Vibrio cholera. It affects the small intestine and spread through food, vegetable, drinking water. എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഫുഡ്, വെജിറ്റബിൾ, ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്ര എന്താ പറയാ തിളപ്പിച്ചാറ്റാത്ത വെള്ളം കുടിക്കുന്നതൊക്കെ മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളില് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തിളവൊന്നും ഓഫ് ചെയ്യല്ല ചെയ്യേണ്ടത്, നല്ല രീതിയിൽ വെട്ടി തിളച്ച വെള്ളം കുട്ടികൾക്ക് കൊടുക്കാം. It affects the small intestine and spread through food, vegetable, drinking water, etc. Severe vomiting, loose motion, followed by thirst are the common symptoms. ഇതൊക്കെയാണ് സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് ആയിരിക്കും. നമുക്ക് സാധാരണ ലൂസ് മോഷൻ ഉണ്ടാകും, അതേപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളവും ഒക്കെ കൂടി വോമിറ്റ് ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്ത് പോകും. സോ പെട്ടെന്നായിരിക്കും നമ്മുടെ ബോഡിയിൽ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. ആൾ പെട്ടെന്ന് വീക്ക് ആവും. ദെൻ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുന്ന മൂലം പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് സ്റ്റോക്കിംഗ് വരും, ശ്വാസം മുട്ട് വരും. അപ്പൊ അങ്ങനെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുഞ്ഞു കുട്ടികളിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. മുതിർന്നവരിലാണെങ്കിൽ പോലും ഇത് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യുക, കുട്ടികൾ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. The above said disease are common among young children. ഈ പറഞ്ഞ അസുഖങ്ങളാണ് കുട്ടികളിൽ കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ ഒരു അസുഖം കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്താണ്? വൈറൽ മെനിഞ്ചൈറ്റിസ്. വൈറൽ മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്ക ജ്വരം. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ ഈ ഒരു കോമൺ ഡിസീസിൽ ആഡ് ചെയ്യണം നല്ലതായിരിക്കും. So it is the duty of the teacher to see that all the students in school are healthy and free from disease. അപ്പൊ നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ഈ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ല, അത് നല്ല ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. ഇഫ് ഷീ ഫൈൻഡ് എനി സ്റ്റുഡന്റ് ഡിസ്ട്രസ് ഫ്രം എനി ഡിസീസ്, നമ്മളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും അസുഖം ഇതേപോലത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഐസൊലേറ്റ് ദം ഫ്രം അതർ പ്രിക്കോഷണറി മെഷേഴ്സ് ടു പ്രിവെന്റ് സ്പ്രെഡിങ് ഓഫ് ഡിസീസ്.
നമ്മളൊരു കുട്ടിക്ക് ഈ ഒരു അസുഖം അല്ലെങ്കിൽ മൂഫിംഗ് കഫോ മറ്റെന്തെങ്കിലും അസുഖം കാണാണ് ഭയങ്കരമായിട്ട് ചുമക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരെന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക, നെക്സ്റ്റ് പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുക, അവരുടെ പാരന്റ്സിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇല്ല പാരന്റ്സ് വരാൻ ലേറ്റ് ആവുമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണം, കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടിയാണ്, നമ്മുടെ സ്കൂളിലെ കുട്ടിയാണ്. അവരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അവര് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. എല്ലാ കുട്ടികളും വാക്സിൻസ് എടുത്തിട്ടുണ്ട്, എല്ലാവരും പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് എടുത്തിട്ടുണ്ടെന്നും നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് കൊടുക്കണം. ഓക്കെ, അല്ല നമ്മൾ ശ്രദ്ധിക്കണം അത്. എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ ടീച്ചേഴ്സിനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് എല്ലാവരും റീഡ് ചെയ്തേ. അസുഖങ്ങളും ഡിസീസും എല്ലാം ഒന്ന് റീഡ് ചെയ്തേ. ടീച്ചർ, ഈ കരപ്പൻ എന്ന് പറയുന്നത് ഏത് അസുഖമാണ്? എന്താണ് ഈ കരപ്പൻ എന്ന് പറയുന്നില്ല, അത് മീസിൽസ് ആണോ? അല്ലല്ലോ, മനസ്സിലായില്ല. ഈ ദേഹം മൊത്തം കുരുക്കൾ വരുന്ന കരപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞുകുട്ടിയൊക്കെ വരത്തില്ലേ? ചെറിയൊരു ഇതാണോ, ഒരു മുഖത്തൊക്കെ ചെറിയൊരു വളർച്ച പോലെ തോന്നുന്ന സെല്ല് ഗ്രോ ചെയ്യുന്നേ, അതാണോ? അല്ല, ദേഹം മൊത്തം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും. അതെല്ലാവർക്കും അങ്ങനെ വരാറുണ്ടാവും. അല്ലെങ്കിൽ ഒരു എന്റെ അനിയന് വന്നിട്ടുണ്ട്, കരപ്പൻ എന്നാണ് പറഞ്ഞത് ഡോക്ടർ. ജോൺസൺ പറയാം, കരപ്പൻ എന്ന് പറയും. അത് ഞാൻ കേട്ടിട്ടുണ്ട്, വീട്ടിലൊരു സാധനം കേട്ടിട്ടുണ്ട്, മുഖത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു സെൽ ഗ്രോ ഇങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതാണോ ഉദ്ദേശിച്ചത്? മാം, പിന്നെ നമ്മളെ മുഖത്ത് വന്നിട്ട് ചെറിയ വട്ടത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ വരൂലേ ചെറിയ മക്കൾക്ക്, എന്നിട്ട് പാട് പോലെയാവും. ആണോ? അതിനാണ് ഞങ്ങളുടെ കരപ്പെന്ന് പറയാറ്. തക്കാളി അതിങ്ങനെ വലുതായിട്ട് വരും, ഡ്രൈ ആയിട്ട് ഭയങ്കര ചൊറിച്ചിൽ വരും. കരപ്പൻ വരുന്നതേ മണ്ണിൽ കളിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫെക്ഷൻ എന്നാണ്. അത് ശരിക്കും രേഷ്മ, എടാ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് റേഞ്ചിലോട്ടേക്ക് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഈ അസുഖത്തെ കുറിച്ച്? കേൾക്കുന്നുണ്ടോ മാം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാട്ടാടാ, പറഞ്ഞോ. കരപ്പൻ സാധാരണ വരുന്നത് മണ്ണിൽ കളിക്കുമ്പോൾ കുട്ടികളോട് പറയില്ല, അങ്ങനെ മുട്ടുമ്പോ കാലുമ്പോ സ്റ്റാർട്ട് ചെയ്യുക. കറുപ്പും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള കളറായിട്ടാ വരിക. ഭയങ്കര ചൊറിച്ചിലായിരിക്കും, പിന്നെ പൊട്ടി എന്താ പറയാ ചെലൊലിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. അത് കുറച്ചു നാള് കണ്ടിന്യൂസ് ഉണ്ടായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-8 വയസ്സ് വരെയൊക്കെ എല്ലാ കൊല്ലവും ആ സമയത്ത് വരും എന്നാ പറയാ. പുള്ളിക്കാരി ആദ്യം ചോദിച്ചത് ഈ പ്രസവിച്ച് കൊണ്ടുവരുന്ന ഒരു 30 ദിവസത്തിനകത്തൊക്കെ വരുന്ന ആ മുഖത്തും പുറത്തുമൊക്കെ വരുന്ന ചുമന്ന കുരു പോലത്തെ കാര്യമാണ് പുള്ളിക്കാരി ആദ്യം ചോദിച്ചത്. അതാണോ കരപ്പൻ എന്നാണ് ചോദിച്ചത്? പ്രസവിക്കുന്ന സമയത്ത് അതല്ല കരപ്പൻ, അത് കുട്ടികൾക്ക് നമ്മള് മണല് വാരിയിടുക എന്ന് പറയണതല്ലേ? അത് കരപ്പനല്ല കേട്ടോ, അത് കുട്ടികൾ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇതാണ്. അത് കുഴപ്പമൊന്നുമില്ല. അതല്ല, കാരണം എന്റെ മോന് അതേപോലെ കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നു വീട്ടിൽ, മോൾക്കുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അത് ഒരു നമ്മൾ ആ കുളിപ്പിച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോൾ അത് മാറി വരുന്നതാണ്. അതല്ല, അത് വേറെ ഇൻഫെക്ഷൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ക്രീം തട്ടി കഴിഞ്ഞാൽ തന്നെ മാറുന്നതാണ്. കരപ്പൻ ഒരു ചൊറിയാണെങ്കിൽ എങ്ങനെ? ഞാൻ കണ്ടിട്ടില്ല, അതൊക്കെ കേട്ടിട്ടില്ല. ഞങ്ങളുടെ വട്ടച്ചൊറി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചൊറി പോലെ റൗണ്ടില് ചുറ്റും റൗണ്ടിന് അടുക്കും ഒരു പോലത്തെ, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണോ? അങ്ങനത്തെ ഒരു അസുഖം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇസ്കീമിയ എന്നൊക്കെ പറയാം, സ്കിൻ റാഷസ്, ബ്ലാക്ക് സ്പോട്ട് അങ്ങനെ. അതാണോ? ആണെന്ന് തോന്നുന്നു സർ. ഓക്കെ, എക്സിമയാണോ ഉദ്ദേശിച്ചത്? എക്സിമ വേറെയാണോ?
ഓക്കെ, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. പല നാടുകളിലും പല പേരിലാണ് അത് അറിയപ്പെടുന്നല്ലോ. എക്സിമ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല, ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. എനിക്കുണ്ട് ആണോ? എക്സിമ. അത് ചിലർക്ക് ബോഡി ഫുൾ ഉണ്ടാവും, ചിലർക്ക് ഏതെങ്കിലും പാർട്ടിൽ മാത്രമേ കാണുള്ളൂ. എനിക്ക് കാലിൽ മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും ചൊറിച്ചിലുണ്ടാവും, ഇങ്ങനെ നീരും വെള്ളവും വന്നുകൊണ്ടിരിക്കും. പിന്നെന്താ, ഡ്രൈ സ്കിന്നായിരിക്കും എപ്പോഴും. അത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഓരോരുത്തർക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പം എനിക്കുള്ളത് എൻ്റെ മോക്ക് സ്പ്രെഡ് ആവാം, അല്ലെങ്കിൽ കൂടുതലും ഫാദേഴ്സ് എന്നായിരിക്കും വരാൻ ചാൻസ്, എന്നാലും അമ്മമാർക്കുണ്ടെങ്കിലും വരും. അപ്പോൾ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങള് വൈറൽ മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഒരു സ്പേസ് ഇവിടെ കാണില്ലേ, ഈ ചാപ്റ്ററിന്റെ താഴെ സ്പേസ് കാണുന്നില്ലേ? ഫസ്റ്റ് എയ്ഡിന് മുമ്പായിട്ട് അതായത് സ്പേസ് ഇല്ലേ നിങ്ങൾക്ക്? ഇവിടെ എഴുതിയാലും മതി കേട്ടോ. സ്പേസിൽ ഒതുങ്ങുമെങ്കിൽ അവിടെ എഴുതിയാലും മതി. കാരണം അപ്പൊ കോമൺ ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതും കൂടി ഒന്ന് കവർ ചെയ്ത് പൊക്കോളൂല്ലോ. ജോണ്ടിസിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ ദിവ്യക്ക്? ആരെങ്കിലും റെഡി ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ? എന്താ പറഞ്ഞേ? ഒരു മിനിറ്റ്. ജോണ്ടിസും മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കോ? സിനു പറയും, റെഡിയാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ തന്നെ പറയാ, ആരും റെഡി ആവുന്നില്ല. വെച്ചേ പറഞ്ഞോടാ. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തമാണ്. അത് മലിനമായിട്ടുള്ള വെള്ളത്തിൽ നിന്നൊക്കെയാണ് കൂടുതൽ സ്പ്രെഡ് ആവുക. അതേപോലെ സിറിഞ്ച്, യൂസ്ഡ് സിറിഞ്ചിൽ നിന്ന് വരും. അതേപോലെ പ്രഗ്നന്റ് വുമൺസിന് അവരുടെ ബേബീസിനൊക്കെ ഉണ്ടാവും. അതേപോലെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയും ഒക്കെ ആയിരിക്കും. അങ്ങനെ ലിവർ സിറോസിസ് അതേപോലെ അസുഖങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ, ജോണ്ടിസ് ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ അങ്ങനെ ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. മഞ്ഞപ്പിത്തം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈസിലി സ്പ്രെഡ് ചെയ്യും കാരണം ശരീരത്തെ വെള്ളം കുടിക്കുന്ന മൂലം. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോണ്ടിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ അത് അഫക്ട് ചെയ്യും. ഇന്റേണൽ ഓർഗനായ ലിവറിനാണ് ഫസ്റ്റ് പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് ലിവറിനെ അത് അറ്റാക്ക് ചെയ്യും, ദെൻ നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസിനെ അത് അഫക്ട് ചെയ്യും. സോ അപ്പൊ അത് അങ്ങനെ അഫക്ട് ചെയ്യുന്ന മൂലം പേഷ്യന്റിന് മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും വെള്ളം മാത്രം കൊടുക്കുക കുട്ടികൾക്ക്. അതേപോലെ തന്നെ ജോണ്ടിസിന്റെ ലക്ഷണങ്ങളിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, യെല്ലോ കളറില് ആയിരിക്കും അവരുടെ ഐസ്. അതേപോലെ മുഖത്തൊക്കെ ഒരു ചെറിയ യെല്ലോ രാശി ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോണ്ടിസ് ആണ് ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതേതായിരിക്കും ഒരു വൺ വേർഡ്സ് എക്സാം മോക്ക് ടെസ്റ്റ് എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ ഈ പാഠത്തിലെ? ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോ കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ ഈ അസുഖങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏതെല്ലാം ബാക്ടീരിയാസ്, ഏത് വൈറസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ വാക്സിൻസിന്റെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇതിൽ കോമൺ ചൈൽഡ് ഡിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കോമൺ ചൈൽഡ് ഡിസീസിന് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ അസുഖങ്ങളിൽ നിന്ന് ചോദിക്കാം. ഏത് അസുഖം വരുത്തുന്നു, ഏത് പാത്തജൻ വരുത്തുന്നു, ഏത് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്, ഏത് ബാക്ടീരിയ, ഇവ കുറെ ഇന്ന അസുഖം ബാക്ടീരിയ ആണോ വൈറസ് ആണോ, അങ്ങനെ നിങ്ങളൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ അസുഖങ്ങൾ നന്നായിട്ട് പഠിക്കുക. ലെക്ചർ നോട്ട്സ് നന്നായിട്ട് റെഫർ ചെയ്യുക. ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ ലെക്ചർ നോട്ട് കൊടുക്കാറുണ്ട്, അപ്പൊ അത് റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നോട്ട്സ് ഒക്കെ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. വലിയ കുട്ടികളല്ലേ, നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം, എഴുതി വെക്കുക, അപ്പൊ പഠിക്കാൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ?
പറഞ്ഞോട്ടെ കേട്ടോ. Yeah, ma'am. Okay. Hi, friends. Hope you all enjoyed the class. Day by day, we are close to our dreams. So I'm also excited to be the part of this journey. Today, Aparna ma'am hosts the class. Ma'am was so supportive and narrate the class very well. And today we go through the common disease in child. Ma'am explained 10 diseases. First one, whooping cough, diphtheria, tetanus, polio, dysentery, malaria, typhoid, measles, cholera. And I hope everyone can understand the class very well. So I am concluding my words by saying thank to Aparna ma'am and my batchmates. Have a nice day. Thank you all. Thank you, ma'am. Thank you. Thank you.